RDMS കോളേജ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. കലാലയത്തിൽ അരാഷ്ട്രീയത തളം കെട്ടിയ ഈ കെട്ടകാലത്ത് കഴിഞ്ഞ യൂണിയൻ പ്രവർത്തനം വിലയിരുത്തുന്നതും മാറ്റം വരുത്തുന്നതും ഈ കാലത്തിന് അനിവാര്യമായ ഒന്നാണ്. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളെയും പ്രേക്ഷകരെയും പോർമുഖം 2.0 സ്വാഗതം. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെട്ടിട്ട് തുടങ്ങാം. ഞാൻ അഹിനു മുബാറക്ക്, B5 ടൂറിസം പഠിക്കുന്നു, SFI പ്രവർത്തകനാണ്. എൻ്റെ പേര് ജുനൈദ്, ഞാൻ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് റെപ്രസെൻറ്റേറ്റീവാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ B5 എക്കണോമിക്സിൽ പഠിക്കും. ഞാൻ ഫാത്തിമ ഫിദ PK, ഞാൻ ഫസ്റ്റ് ഇയർ MSc മാത്സ് സ്റ്റുഡൻ്റ് ആണ്. ഞാനിവിടെ KSUവിനെ റെപ്രസെൻറ്റ് ചെയ്താണ് നിൽക്കണേ. എൻ്റെ പേര് മുഹമ്മദ് നാഷിദ്, ഞാൻ B5 മാത്സിൽ പഠിക്കുന്നു. ഞാൻ MSFൻ്റെ പ്രതികരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. ഈ പുതിയ കാലത്തെ കലാലയ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? ആദ്യം തന്നെ നമ്മൾ ഈ കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നത് പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഉള്ളൊരു രാജ്യത്ത് എന്തിന് വിദ്യാർത്ഥി രാഷ്ട്രീയമെന്ന് നാം സംസാരിക്കുമ്പോൾ അതിലേറ്റവും കാഠിന്യമേറിയ ഒന്ന് എന്ന് പറയുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങളിൽ നിന്നാണ് ഇന്ന് കാണുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റു എല്ലാ കാര്യങ്ങളും ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് എന്ന് പറയുന്നത് ഒരു അരാഷ്ട്രീയവാദം എന്ന് പറയുന്ന കാര്യം വളരെ അസന്നിഗ്ധമായി നമ്മുടെ ക്യാമ്പസുകളിലൂടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഒരു യുവ തലമുറകളിലൂടെയും ഈ കാര്യം നടന്നു പോവുകയാണ്. അതിനെ ശരിക്കും പ്രതിനിധീകരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനങ്ങളും അവരുടെ സേവന പ്രവർത്തനങ്ങളും വളരെ ഒന്നുകൂടി മെച്ചപ്പെട്ട് വിദ്യാർത്ഥികൾ ഒന്നുകൂടി ചെയ്യണമെന്നതാണ് MSFൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത്. MSF ചെയ്തു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇനി ക്യാമ്പസിൽ തലങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ പുറത്ത് ക്യാമ്പസിന് പുറത്താണെങ്കിൽ പോലും അക്രമങ്ങൾക്കോ അനീതികൾക്കോ ഒന്നും നാം വകവെക്കാതെ അക്രമങ്ങളും മറ്റു രാഷ്ട്രീയ കോലാഹലങ്ങളുമല്ല ഇതിൻ്റെ ഒരു കാഠിന്യം എന്ന് പറയുന്നത്. ഞാൻ ഒരു MSFനെ പ്രതിനിധീകരിച്ച് നിൽക്കുമ്പോൾ എനിക്കെൻ്റെ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന എൻ്റെ CH പറഞ്ഞൊരു വാക്കുണ്ട്, പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം പഠനമാണ് മുഖ്യം, അതല്ലെങ്കിൽ ഭാവി തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പഠിക്കുക പഠിക്കുക എന്നതിലൂടെ പറഞ്ഞത് ഒരു യൂണിവേഴ്സിറ്റി ചെയർമാനായി എനിക്ക് കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റാങ്ക് ഹോൾഡറെയാണെന്ന. കാരണം നാളെയുടെ വിദ്യാഭ്യാസത്തെ നാളെയുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്നത് അത് ശരിക്കും ഒരു വിദ്യാഭ്യാസമാണെന്നത് കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് MSF എന്നുള്ളത്. ഞാനിവിടെ സംസാരിക്കുന്നത് ഫ്രട്ടേണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്. ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് 3 ആശയങ്ങൾ ഉൾക്കൊണ്ടതാണ്: സാഹോദര്യം, ജനാധിപത്യം, അതുപോലെ തന്നെ സാമൂഹ്യനീതി. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു വൈവിധ്യങ്ങൾ നിറഞ്ഞ സമൂഹത്തിലാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. പല മതം, പല ജാതി, പല കമ്മ്യൂണിറ്റി, പല ലിംഗങ്ങൾ, അങ്ങനെ ഒരുപാട് പേർ ഒത്തുചേർന്നിട്ടുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സംഘപരിവാർ വാഴുന്ന കാലത്ത് ജനാധിപത്യ ആശയങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടും അതുപോലെ തന്നെ വൈവിധ്യങ്ങളെ അംഗീകരിച്ചും പരസ്പരം ബഹുമാനിച്ചും ചേർത്ത് നിർത്തലാണ് യഥാർത്ഥ സാഹോദര്യം എന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ലക്ഷ്യം. അതുപോലെ തന്നെ സാഹോദര്യം, ജനാധിപത്യം, സാമൂഹ്യനീതി. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾ പിന്നിട്ടിട്ടും സാമൂഹ്യനീതി എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മുടെ രോഹിത് വെമുല, അതുപോലെ തന്നെ നജീബ് അഹമ്മദ് തുടങ്ങിയ നിരവധി വിദ്യാർത്ഥികൾ. രോഹിത് വെമുലയെ നമുക്കറിയാം, ജാതി ഒരു ദളിതനായ എന്നുള്ള ഒരു കാരണത്താൽ മാത്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് വിധേയനാക്കപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ നജീബ് അഹമ്മദ് ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളിപ്പോഴും പിന്നോട്ടേക്കാണ്. അതുപോലെ നമ്മൾക്കിനി കേരളത്തിൻ്റെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഇപ്പം ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും നമ്മുടെ കേരളത്തിൽ ഇന്നേ വരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും തുല്യതയ്ക്ക് പുറമെ സാമൂഹ്യ നീതി എന്നുള്ളൊരു സംഭവം ഇവിടെ വന്നിട്ടില്ല. അപ്പം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് പറയാനുള്ളത്, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഈ സാമൂഹ്യ നീതി എന്നുള്ള സംഭവം നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനാധിപത്യത്തെ ആഘോഷിച്ചും കേവലം തെരഞ്ഞെടുപ്പുകൾക്ക് മാത്രമല്ല ജനാധിപത്യ പൂർണ്ണ ആഘോഷിക്കണമെന്നുമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാനിവിടെ സംസാരിക്കുന്നത് KSUവിനെ റെപ്രസെൻറ്റ് ചെയ്താണ്. കേരള വിദ്യാർത്ഥി യൂണിയനെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കേരള വിദ്യാർത്ഥി യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്ന 3 കാര്യങ്ങൾ പഠനം, സമരം, സാഹോദര്യം എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ
ക്യാമ്പസിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് മമ്പാടിലെ KSU പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. യൂണിയനുള്ള കാലത്തും ഇല്ലാത്ത കാലത്തും അതിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ കേവലം ഈ കോളേജിലെ വിദ്യാർത്ഥികളെ രാഷ്ട്രീയവൽക്കരിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആശയം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് ഉപരി ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ അവകാശങ്ങൾ എവിടേക്ക് നിഷേധിക്കുന്നുണ്ടോ അവിടെയൊക്കെ അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് KSUവിൻ്റെ പ്രവർത്തകർ മമ്പാട് MES കോളേജിൽ ഇത്ര കാലത്തോളം ചെയ്യുന്നത്. ഞാനൊരു SFI പ്രവർത്തകനാണ്. SFI മുന്നോട്ട് വെക്കുന്ന ആശയം എന്തെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നാണ്. പുതിയ കാലത്തെ രാഷ്ട്രീയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്തും ഏകാധിപത്യ ഭരണമാണ്. ഏകാധിപത്യം തന്നെ പറയാം. NCERT പാഠപുസ്തകങ്ങൾ തിരുത്തുന്നു. അതിനെതിരെ വേറെ പാർട്ടികളൊന്നും സമരം ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. SFIൻ്റെ ഏരിയ മുതൽ അഖിലേന്ത്യാ ജാഥ വരെ നടന്നു, പ്രതിഷേധങ്ങൾ നടന്നു, രാജ്ഭവൻ മാർച്ച് നടന്നു, പാർലമെൻറ്റ് മാർച്ച് നടന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടുത്തെ ചരിത്രം തിരുത്താനാണ് പുതിയ ഭരണകൂടം ശ്രമിക്കുന്നത്. അതിനെതിരെ ശക്തമായി പോരാടാൻ SFIക്ക് കഴിയുന്നു എന്നുള്ളതിന് ഞാൻ തീർത്തും അഭിമാനിക്കുന്നു. SFI പ്രവർത്തകനാണെന്ന് പറയാൻ ഞാൻ അഭിമാനിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ 2 വർഷത്തെ കഴിഞ്ഞ യൂണിയനെ വിലയിരുത്തിക്കൊണ്ട് അവലോകനം നടത്തിക്കൊണ്ട് ഭാവി യൂണിയനായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രകടന പത്രിക ഒന്ന് പറയാമോ? ഇവിടെ നേരത്തെ SFIൻ്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, NCERTയുടെ പാഠപുസ്തകത്തിൽ നിന്ന് നമ്മുടെ ചരിത്രങ്ങൾ എടുത്തു മാറ്റിയപ്പോൾ അവർ മാത്രമാണ് അതിനെതിരെ പ്രതികരിച്ചത് എന്നുള്ളത്. അത് അവർ പാർട്ടി ഓഫീസിലും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് മാത്രം ഫോളോ ചെയ്യുന്നത് മനസ്സിലാവുന്നതാണ്. എല്ലാ പാർട്ടികളും അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഏറ്റവും റെലവൻ്റായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു മലബാർ വിദ്യാഭ്യാസ വിവേചനം എന്ന് പറയുന്നത്. +1 സീറ്റ് ഇല്ലാതെ എത്രത്തോളം വിദ്യാർത്ഥികളാണ് നമുക്കറിയാം, ഒരു 2-3 മാസം മുമ്പ് അലഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അപ്പം ഒരു SFIയോ ഒരു MSFോ ഒരു KSU അവിടെ ആദ്യത്തിലുണ്ടായിരുന്നു. എന്ന് തൊട്ട് ഇത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നിലവിൽ വന്ന അന്ന് തൊട്ട് ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു മലബാർ വിദ്യാഭ്യാസ വിവേചനം എന്ന് പറയുന്നത്. അന്ന് പക്ഷേ ഞങ്ങളെല്ലാവരും ഇതൊരു ചെറിയ സംഭവമായി തള്ളുകയും ഇപ്പോൾ എല്ലാ പാർട്ടികളും ഇതിന് മുമ്പിൽ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഒരു SFI എന്ന് പറയുന്ന സംഘടന സ്വന്തം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള LDFനെതിരെ സമരം ചെയ്തുകൊണ്ട് വരെ മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയം അത്രത്തോളം തീവ്രമായിട്ടുള്ളതുകൊണ്ടാണ് ആ വിഷയം ആദ്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിച്ചത് ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റാണ്. അതുപോലെ തന്നെ ഈ കോളേജിൽ 2 തവണ, കഴിഞ്ഞ തവണയും ഇത്തവണയും വിദ്യാഭ്യാസ ബന്ദ് സംഘടിപ്പിക്കുകയും അത് പൂർണ്ണമായി വിജയിപ്പിക്കുകയും ചെയ്ത സംഘടനയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിദ്യാഭ്യാസ ബന്ദ് നടത്തിയപ്പോൾ ഇവിടെ കുറച്ച് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ ഇവിടെ ബാധിക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഇത് നമ്മളെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾക്ക് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഓരോ പ്രശ്നവും നമ്മുടെയും കൂടി പ്രശ്നമാണ്. അപ്പം അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടേതാണ്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു. പക്ഷേ ഇതേ പ്രശ്നങ്ങൾ വെച്ചിട്ട് ഇപ്രാവശ്യം 3-4 പാർട്ടികൾ ഇവിടെ വന്നിട്ട് തന്നെ സമരം ചെയ്ത് വന്നിട്ടുള്ള രീതി നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറയാനില്ല ഇത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ളത്. അപ്പം അതാണ് പറയാനുള്ളത്. പിന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കേവലം ഇപ്പം ഈ സീറ്റ് എന്നുള്ള സംഭവം താൽക്കാലികമായിട്ടുള്ളൊരു സംഭവം മാത്രമായിട്ടാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനെതിരെ പൂർണ്ണമായിട്ടുള്ളൊരു ശാശ്വത പരിഹാരം കാണുന്നത് വരെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് തെരുവുകളിൽ ഉണ്ടാകും പ്രതിഷേധമായിട്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി കഴിഞ്ഞ കൊല്ലത്തെ യൂണിയനെ അവലോകനം ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ യൂണിയന് ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ചെയ്തത് ഫുൾ ബേസിക്കായിട്ട് ആര് യൂണിയനിൽ വരികയാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളാണ് യൂണിയൻ്റെ. അതുപോലെ ആർട്സ്, സ്പോർട്സ് എന്നുള്ള സംഭവങ്ങൾ അത് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പുറമെ കുട്ടികൾക്ക് വേണ്ട സംഭവങ്ങൾ, പിന്നെ ഇവിടെ നമുക്ക് ഇപ്പം കോളേജിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പം അത് വേറൊരാൾ അതിനെ അഡ്രസ്സ് ചെയ്തു എന്ന് കഴിയുമ്പോഴാണ് പിന്നെ യൂണിയൻ അതിലേക്ക് ഇടപെടാൻ വേണ്ടി വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇവർ പരാതി പറയണ്ടായ ഫൈൻ ആർട്സ് നടത്തി കുട്ടികളില്ല എന്നുള്ളത്. പക്ഷേ കുട്ടികളില്ല എന്നുള്ളത് വിദ്യാർത്ഥികളെ ഭാഗത്ത് തെറ്റുണ്ട് വരാത്തതിന്. പക്ഷേ അതിനും തലേന്ന് പോസ്റ്റർ അടിച്ച് നാളെ ആർട്സാന്ന് പറയാൻ, അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേന്നും നോമ്പിൻ്റെ തലേന്നൊക്കെ കോളേജ് ഡേ അതുപോലെയുള്ള സംഭവങ്ങൾ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എത്രത്തോളം വരാൻ താല്പര്യം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ബേസിക്കായിട്ടുള്ള സംഭവം ആർട്സ്, സ്പോർട്സ് എല്ലാവരും നടത്തുന്നതാണ്. അതിന് പുറമെ എന്താണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്
എനിക്ക് യൂണിയനോട് ചോദിക്കാനുള്ളത്. അതുപോലെ ഇനി ഞങ്ങൾ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് യൂണിയനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം കാലങ്ങളായിട്ട് സോൺ ഇൻ്റർ സോൺ ജേതാക്കളായിരുന്നു നമ്മൾ MES മമ്പാട് കോളേജ് എന്ന് പറയുന്നത്. ആർട്സിലും സ്പോർട്സിലും ഒരുപോലെ നമ്മൾ മുന്നിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. കോവിഡിന് ശേഷം നമുക്ക് ആ കലാകിരീടം കായിക കിരീടം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് യൂണിയനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മമ്പാട് കോളേജിന് നഷ്ടപ്പെട്ട കലാകിരീടം തീർച്ചയായിട്ടും ഇവിടേക്ക് തന്നെ കൊണ്ടുവരികയും ഒരു മാക്സിമം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ സോണിലേക്കും ഇൻ്റർ സോണിലേക്കും നമ്മളതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആർട്സ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബ് നമ്മൾ രൂപീകരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കറിയാം നമ്മളെല്ലാവരും ഒരുപാട് ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. PGക്ക് വേണ്ടി ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠനം ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഇൻ്റർനാഷണൽ ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടൊരു സെല്ലും രൂപീകരിക്കുന്നതാണ്. പിന്നെയുള്ളത്, നമുക്കറിയാം നമ്മൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പം വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണം എന്ന് സജീവമായി ശ്രദ്ധ പുലർത്തണം നമുക്കറിയാം. അതുവേണ്ടി നമ്മൾ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് യൂണിയനിൽ വരികയാണെങ്കിൽ ഓരോ നിശ്ചിത കാലയളവിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ അത് അർഹരായവർക്ക് എത്തിക്കുകയും ചെയ്യും. പിന്നെ നമുക്കറിയാം നമ്മളെല്ലാവരും ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. ഡിഗ്രിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിന് പുറമെ നമുക്കൊരു പ്ലേസ്മെൻറ്റോ ജോബ് ഇൻ്റർവ്യൂസോ അതൊന്നും ഇവിടെ ഈ ക്യാമ്പസിൽ കാര്യമായിട്ട് നടക്കുന്നില്ല. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് യൂണിയനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് യൂണിയൻ്റെ പേരിൽ തന്നെ ഇവിടെ ജോബ് ഫെയർസും ഇൻ്റർവ്യൂസും കണ്ടക്ട് ചെയ്യും. പിന്നെ അടുത്തൊന്നതാണ്, നമുക്കറിയാം ഇവിടെ റെസ്റ്റ് റൂം ഉണ്ട് ഗേൾസിൽ. ഇവിടെ റെസ്റ്റ് റൂമിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഗേൾസിനോട് ചോദിച്ചാൽ മനസ്സിലാവും. എങ്ങനെ അവിടെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഉണ്ടോ? ഇല്ലല്ലോ. ആവശ്യമായിട്ടുള്ള സാനിറ്ററി പാഡ് അവിടെ ക്ലീൻ അല്ല. ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയാൽ പോലും പറ്റുന്നൊരു സംഭവമല്ല. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് യൂണിയനിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും കാരണം നമുക്കറിയാം നമ്മുടെ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് പെൺകുട്ടികളാണ്. അപ്പോൾ പെൺകുട്ടികളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് റെസ്റ്റ് റൂം. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് യൂണിയനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നാപ്കിൻ അതുപോലെ തന്നെ സംഭവം ഡിസ്പോസ് ചെയ്യാനുള്ള സാനിറ്റേഷൻ ഫെസിലിറ്റീസ് അതുപോലെ തന്നെ ഫ്രീ നാപ്കിനായിട്ടുള്ള അവിടെ ഒരു ഫ്രീ നാപ്കിൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമ്മളവിടെ രൂപീകരിക്കും. പിന്നെ രോഹിത് വെമുല സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റഡി സർക്കിൾ രൂപീകരിക്കും. കാരണം വിദ്യാർത്ഥികൾക്ക് മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സസ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആ സ്റ്റഡി സർക്കിളിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം പിന്നെ അതിന് പുറമെ നമ്മൾ ഇൻ്റർ കോളേജിയറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റ് മമ്പാട് കോളേജിൽ സംഘടിപ്പിക്കും. ഇതുവരെ അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, യൂണിയൻ്റെ പേരിൽ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ യൂണിയനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർ കോളേജിയറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റ് മമ്പാട് കോളേജിൽ സംഘടിപ്പിക്കും. അപ്പം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ട് 7 വർഷമായി. കോളേജിൽ യൂണിറ്റ് തുടങ്ങിയിട്ടും 7 വർഷമായി. അപ്പം ഈ 7 വർഷ കാലയളവിൽ 2 തവണ മമ്പാട് കോളേജിൻ്റെ യൂണിയൻ്റെ ഭാഗമായിട്ടുണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ്. അതിൽ ഒരു തവണ നമുക്ക് കിട്ടിയ പോസ്റ്റ് മാഗസിൻ എഡിറ്റർ എന്നുള്ളതായിരുന്നു. അപ്പം മമ്പാട് ചരിത്രത്തിൽ ഒരു യൂണിയന് മാതൃഭൂമിയുടെ ടോപ്പ് 10 മാഗസിനിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ മാഗസിൻ എഡിറ്റർ ചെയ്തിട്ടുള്ള പേരക്ക എന്നുള്ള മാഗസിനാണ്. അതിനുശേഷമുള്ള മാഗസിനുകൾ അങ്ങനത്തെ ടോപ്പ് 10 മാഗസിനിൽ വന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഈ വർഷം യൂണിയനിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ മമ്പാടിന് അടയാളപ്പെടുത്താൻ പറ്റുന്ന നേട്ടങ്ങൾ മമ്പാട് കോളേജിലേക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കൊണ്ടുവരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ ഫ്രട്ടേണിറ്റിക്ക് നൽകി വിജയിപ്പിക്കാം. താങ്ക് യു. കഴിഞ്ഞ യൂണിയനെ വെച്ച് പറയുകയാണെങ്കിൽ അവർ പ്രത്യേകിച്ച് ഒന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. കാരണം എടുത്ത് പറയുകയാണെങ്കിൽ ഫോർത്ത് സെമ്മിൻ്റെ സെം ഫീസ് അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് 3rd സെം ഓഡിറ്റ് ചെയ്തിപ്പിക്കാതെ നിന്നിട്ടുണ്ട്. അതിൽ ഞാൻ യൂണിയൻ ചെയർമാനെ വിളിച്ചപ്പോൾ അവൾ അത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഒരു യൂണിയൻ ചെയർമാന് പോലും കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. പിന്നെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എല്ലാ കോളേജുകളും ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ MES കോളേജുകളിലൊക്കെ ഓണം പബ്ലിഷ് ചെയ്തു. അപ്പോൾ നമ്മളെ കോളേജിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. പിന്നെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നിട്ടാണ് അത് സംസാരിച്ചിട്ട് കൊണ്ടാണ് പിന്നെ ആ ഓണം നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവരത് എഴുതി വിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ഓണം നടന്നതെന്നാണ് ഇവർ പറയുന്നത്. ഈ ഓണം നടക്കാൻ ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അടുത്തത് ഒരു ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഇടയിൽ പറഞ്ഞു വരുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗസിൻ്റെ തേർഡ് ഇയർ വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ ലഭിച്ചതുകൊണ്ടാണ് ഗസ്റ്റ് വരാഞ്ഞത് എന്നാണ്.
അതിനുള്ള ഉത്തരം MSFൻ്റെ പ്രതിനിധി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ SFI അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. കോളേജ് ബസ്സിൽ നമുക്ക് കോളേജ് ബസ് കണ്ടാൽ അറിയാം, ഭയങ്കര തിക്കും തിരക്കുമാണ് അതിൽ. അതിൻ്റെ റൂട്ടുകൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ മുന്നോട്ടിറങ്ങും. പിന്നെ ലേഡീസ് ഹോസ്റ്റൽ 5:30ക്കാണ് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ കോളേജിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ 5:30ക്ക് അവർ ഓടുന്നത് നമുക്ക് കാണാം ഹോസ്റ്റലിലേക്ക്. അതിൻ്റെ ലേഡീസ് ഹോസ്റ്റലിൻ്റെ സമയം വർദ്ധിപ്പിക്കും. പിന്നെ സ്റ്റുഡൻസിന് ആവശ്യമുള്ള സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കും. പിന്നെ മുഴുവൻ സ്പോർട്സ് ടീമിനും JC കൊടുക്കും. ഇവിടെ MES പുറത്ത് അറിയപ്പെടുന്നത് തന്നെ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ടീമുകളുണ്ട്. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും കബഡി ആണെങ്കിലും ഇവർക്ക് അത്യാവശ്യത്തിനുള്ള JCകളില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുക്കും. ഇതാണ് SFIക്കുള്ളത്. യൂണിയനെ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ KSUവിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ അക്കൈവ കോളേജ് യൂണിയൻ ഉണ്ട്. പക്ഷേ ഈ MES മമ്പാട് കോളേജിൽ ഒരു യൂണിയൻ ഓഫീസ് നിലവിലില്ല. അതായത് യൂണിയൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഈ MES മമ്പാട് കോളേജിൽ ഒരിതില്ല. ഒരു യൂണിയൻ ആകുമ്പം അറ്റ്ലീസ്റ്റ് ഒരു യൂണിയൻ ഓഫീസെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം SFIൻ്റെ പ്രതിനിധി ആണെങ്കിലും ഫ്രറ്റേണിറ്റിൻ്റെ പ്രതിനിധി ആണെങ്കിലും, ഞാൻ പറയുമ്പോൾ സാമ്പാർക്കൂട്ടെന്നൊന്നും പറഞ്ഞു വരരുത്. അതായത് ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ കോളേജിൽ തന്നെ പഠിക്കണം. അതുകൊണ്ട് എനിക്കറിയാം ഇവിടെ എന്തൊക്കെ പറയുന്നുള്ളത്. ഇപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ, അതായത് ബേസിക് ആയിട്ടുള്ള പരിപാടികൾ മാത്രമാണ് ഇവിടെ നിലവിൽ നടത്തിയിട്ടുള്ളത്. മോറായിട്ട് വേറൊരു പരിപാടികളും നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ പരിപാടികൾ നടത്താനാണെങ്കിലും എനിക്ക് തോന്നുന്നു പുറത്ത് വല്ല റൂമിലും വെച്ചുകൊണ്ട് കൂടിയിട്ട് നടത്തിയതായിരിക്കാം ഈ പരിപാടികളൊക്കെ. കാരണം ഒരു യൂണിയൻ ഓഫീസ് എന്ന് പറയുന്നത് MES മമ്പാട് കോളേജിൽ നിലവിലില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ യൂണിയനെ വിലയിരുത്താൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഇനി അതൊക്കെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞു വരരുത്. പിന്നെ ഒരു യൂണിയൻ ഇപ്പോൾ KSU ഇവിടെ യൂണിയൻ കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നുള്ളത്, ഇവിടെ സ്പോർട്സിൽ കുറേ കുട്ടികൾ കയറുന്നതാണ്. പക്ഷേ ഇവിടെ അത്ലറ്റിക്സിൽ ഫുട്ബോളിലൊക്കെ പെൺകുട്ടികൾ ഇവിടെ കയറുന്നുണ്ട്. ഇവിടെ ഫുട്ബോളിൽ പെൺകുട്ടികൾക്കായിട്ടൊരു ടീമില്ല. പക്ഷേ ഫുട്ബോളിൽ ഇവിടെ പെൺകുട്ടികൾ കയറുന്നുണ്ട്. അതായത് കബഡിയിൽ പെൺകുട്ടികൾ ഇവിടെ കയറുന്നുണ്ട്. കബഡിയിൽ പെൺകുട്ടികൾക്കായിട്ട് ഇവിടെ ടീമില്ല. അതേപോലെ തന്നെ സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്ത് കൊടുക്കുന്നില്ല. സ്പോർട്സിനുള്ള ബോളില്ല. അപ്പോൾ ഞാൻ ഇവിടെ സ്പോർട്സിലുള്ളൊരു കുട്ടിയാണ്, ഞാൻ ഇവിടെ ടോപ്പ് കളിക്കുന്ന ഒരു കുട്ടിയാണ്. ഇവിടെ സ്പോർട്സിൽ ആവശ്യത്തിന് ബോളില്ല. ഇപ്രാവശ്യം KSU MES മമ്പാട് കോളേജാണ് അവിടെ അതിനുള്ള ബോൾ എത്തിച്ചത്. അതുപോലെ തന്നെ എന്താ പറയുക, അതിനുശേഷം അതായത് KSU കൊടുത്തതിന് ശേഷം യൂണിയനോട് പറഞ്ഞപ്പോഴാണ് ഹിഷാമിൻ്റെ പേരിൽ ബോൾ അതിന് പ്രൊവൈഡ് ചെയ്തത്. അതായത് ഇപ്പം ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ആ പ്രശ്നം അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും, അതായത് പാർട്ടി സംഘടനകളെല്ലാം ഇടപെട്ടതിന് ശേഷമാണ് യൂണിയൻ അവിടെ ഇടപെടുന്നത്. ഇനിയിപ്പം പ്രിൻസിപ്പളിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിലും, ഇപ്പം നമ്മളെന്തെങ്കിലും ഇപ്പം ഓണമില്ല എന്ന് പറഞ്ഞു, ഓണമില്ലാന്നപ്പോൾ കുട്ടികൾ അതിനെതിരെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് എന്താ പറയുക, ഏതൊരു യൂണിയൻ നിലവിൽ വന്നാലും ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് പരിപാടികൾ, അതായത് ഇപ്പോൾ യൂണിയൻ വന്നാലും വന്നിട്ടില്ലെങ്കിലും അതിന് ഗ്യാങ് ബേസിലെങ്കിലും ഈ ഓണപ്പരിപാടികളൊക്കെ ഇവിടെ നടത്തുന്നതാണ്. അതിപ്രാവശ്യം ഇല്ലയെന്ന് കോളേജ് യൂണിയൻ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ കുട്ടികളായിട്ട് അതിനെതിരെ സംസാരിച്ചതിനെ തുടർന്നിട്ടാണ് യൂണിയൻ ഭാരവാഹികൾ അതിലൊരു തീരുമാനം എടുത്തത്. എന്നിട്ട് അവർ പറഞ്ഞത് നീണ്ട ഒരു പരിശ്രമത്തിന് ശേഷമാണ് അവർക്കത് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ലാസ്റ്റ് കയറിയത് ഇവിടെ അക്കൈവ 1 and 2 യൂണിയൻ കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ കയറിയത് വൊക്കണ്ട യൂണിയൻ ആയിരുന്നു, KSUവിൻ്റെ വൊക്കണ്ട യൂണിയൻ. ആ യൂണിയൻ ഒരു കൊല്ലത്തിൽ 24 പരിപാടികളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബേസിക് പരിപാടികളും മറ്റ് പരിപാടികളും. ഇവിടെ ഈ യൂണിയനോട് ഞാൻ ചോദിക്കുകയാണ്, 7 പരിപാടികൾ തികച്ച് നിങ്ങൾക്ക് പറയാനുണ്ടാകുമോ ഈ കോളേജിൽ ചെയ്തിട്ടുണ്ടെന്ന്? ഇവിടെ കഴിഞ്ഞ യൂണിയൻ 7 പരിപാടികൾ തികച്ച് ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ ഈ യൂണിയൻ ചെയർപേഴ്സൺ ആരാണ്? ഇത് കാണുന്ന ഫസ്റ്റ് ഇയേഴ്സിനോട് എനിക്ക് സംസാരിക്കാനുള്ളത്, നിങ്ങൾ യൂണിയൻ ചെയർപേഴ്സണെ കണ്ടിട്ടുണ്ടോ? യൂണിയൻ ചെയർപേഴ്സൺ ഒരു പെൺകുട്ടിയാണെന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിയോ? ആ കുട്ടീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ഇയേഴ്സൊക്കെ വന്ന് ചോദിക്കണ്ട ആരാണ് യൂണിയൻ ചെയർപേഴ്സൺ, ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. ജസ്റ്റ് ഇപ്പോൾ എല്ലാ കോളേജിലും ഉള്ളതാണ്, എന്താ പറയുക, ഒരു പുതിയ ഫസ്റ്റ് ഇയേഴ്സ് വന്നു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ ക്ലാസ്സിലും ചെന്നുകൊണ്ടൊന്ന് സംസാരിക്കുക, ഞങ്ങളിവിടെ ഇങ്ങനെ പാർട്ടിയിലുള്ളതാണ്, ഈ പാർട്ടീനെ പ്രതിനിധീകരിച്ചാണ് പറയുന്നത്. അതുപോലും ഈ ക്യാമ്പസിൽ അലൗഡ് അല്ല. എന്തുകൊണ്ട് അലൗഡ് അല്ല? അതിനെതിരെ ശബ്ദം ഉയർത്താൻ ആരും ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. കാരണം ഈ പ്രിൻസിപ്പളിനെയും മാനേജ്മെൻറ്റിനെയും കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള ഈ യൂണിയൻകാർ ഇങ്ങനെ ആക്കി തീർത്തു. അതായത് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് സംസാരിക്കാൻ യൂണിയൻ ഭാരവാഹികൾ റെഡിയല്ല. പിന്നെ പാർട്ടിക്കാർ സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് സസ്പെൻഷനും കാര്യങ്ങളും പിന്നെ മറ്റ് കേസുകളിലും ആക്കാണ്. അപ്പോൾ കോളേജ് ഇപ്പം
KSUവിൻ്റെ യൂണിയൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുള്ളതാണ് ചോദിക്കണമെങ്കിൽ ഫസ്റ്റ് ഒരു യൂണിയൻ ഓഫീസ് ഇവിടെ കൊണ്ടുവരും. പിന്നെ രണ്ടാമതായിട്ടുള്ളത് ഇവിടെ അത്ലറ്റിക്സ് നടക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം യൂണിയനോട് അത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ്. ഗ്രൗണ്ട് ഇല്ലെങ്കിൽ മമ്പാട് ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് യൂസ് ചെയ്തെങ്കിലും ഇവിടെ അത്ലറ്റിക്സ് എന്തായാലും കൊണ്ടുവരും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് മുമ്പായിട്ട് ഫ്രറ്റേണിറ്റിൻ്റെയും SFIൻ്റെയും പ്രതിനിധികൾ പറഞ്ഞു ഇവിടെ നാപ്കിൻ്റെ ഇത് കൊണ്ടുവരും. പിന്നെ അതേപോലെ തന്നെ ഹോസ്റ്റലിലെ ഫോൺ ഉപയോഗം. അപ്പോൾ ഈ ഹോസ്റ്റലിൽ 24 മണിക്കൂർ ഫോൺ ഉപയോഗം KSU കൊണ്ടുവന്ന കാര്യമാണ്. പിന്നെ അതുപോലെ ATM മെഷീൻ ഇവിടെ KSU കൊണ്ടുവന്നതാണ്. പിന്നെ ഇപ്പം കുറച്ച് നേരത്തെ പ്രതിനിധികൾ പറഞ്ഞ പോലെ തന്നെ ഈ നാപ്കിൻ്റെ കാര്യങ്ങളൊക്കെ KSU ഇവിടെ യൂണിയൻ ഇല്ലാത്ത സമയത്ത് തന്നെ KSU റെപ്രസെൻറ്റേറ്റീവ് ഞാനായിരുന്നു കഴിഞ്ഞ 3 വർഷം അത് ഏറ്റെടുത്തുകൊണ്ട് നടന്നിരുന്നത്. അതായത് ഇവിടെ വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നാപ്കിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഞാനാണ് നടത്തോണ്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ KSU എന്തൊക്കെ കൊണ്ടുവരും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ സ്കൂൾ ബസ് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആക്കും. അതുപോലെ ക്യാൻറ്റീന് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആക്കും. ക്യാൻറ്റീനിൽ കുട്ടികൾക്ക് അഫോർഡബിൾ റേറ്റിന് ഫുഡ് റെഡിയാക്കി കൊടുക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചോറിന് തന്നെ 60-40 ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പോൾ പല കോളേജിലും ഇപ്പോൾ വിക്ടോറിയ കോളേജൊക്കെ നോക്കുകയാണെങ്കിൽ 10 രൂപക്ക് ഊണ് റെഡിയാക്കി കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അതായത് ദൂരെ നിന്ന് വരുന്ന കുട്ടികളാണ് പഠിക്കണമെന്നുള്ള ഒരു ബോധത്തോടെ അവരായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഇവിടെ കോളേജിൽ യൂണിയൻ വന്നാൽ ഞങ്ങളും ചെയ്യും. അതുപോലെ തന്നെ ഈ ഹോസ്റ്റലേഴ്സിന് 5:30 കയറേണ്ട ആ ഒരു പ്രോബ്ലം അതും റെഡിയാക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ KSUവിന് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ KSU യൂണിയൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നെറ്റ് ആൻഡ് JRF ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സിൻ്റെ ഗൈഡിങ്ങിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സെല്ല് രൂപീകരിക്കപ്പെടും. അതായത് അതിൽ നെറ്റ് JRF ക്വാളിഫൈ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കുകയും ചെയ്യാം. പിന്നെ അതിനനുസരിച്ച് അവർക്ക് ഫ്യൂച്ചർ ജോബ്സ് ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ക്ലാസ് റൂമുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ പല ക്ലാസ്സിലും ചോർച്ച അങ്ങനത്തെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഇവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്പം PG ബ്ലോക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ചോർച്ചയായിട്ട് നിൽക്കുമായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിനെതിരെ എന്ത് ആക്ഷൻസ് എടുത്തതെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് പിന്നെ ഒരു ഓൾ പാർട്ടി സ്ട്രൈക്ക് പോലെ നടന്നതിന് ശേഷമാണ് അവിടെ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 സ്ഥലത്തെങ്കിലും ആ ഒരു ചോർച്ച നികത്തി തന്നത്.